ഓരോ കസ്റ്റമർക്കും വിൽക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇതിലൂടെ 15 വർഷത്തിനുള്ളിൽ 28,000 5 സെന്റ് ഭൂമികൾ വിറ്റ് 28,000 കോടീശ്വരന്മാരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ആദ്യത്തെ ലക്ഷ്യം. 25 ലക്ഷം രൂപ മുടക്കുന്ന ഒരാൾക്ക് ഈ ഭൂമി വാങ്ങാം. ഈ ഭൂമി അവരെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. അതിൽ 20 സാൻഡ്ലോട്ട് പ്ലാൻ ചെയ്ത് കൊടുക്കും. അത് മെച്ചൂർ എടുക്കുമ്പോൾ ഗവൺമെൻറ് കൊടുത്താൽ മതി. ആ പൈസ അവരെ അക്കൗണ്ടിൽ വരും. ഓക്കെ. രണ്ടാമത്തതാണ് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകളാണ്. ഇതേ 5 സെന്റ് ഭൂമിയിൽ തന്നെ 16 സാൻഡൽ വുഡും അതിൽ 500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കോട്ടേജ്. ഇതാണ് രണ്ടാമത്തെ പ്രൊജക്റ്റ്. മൂന്നാമത് വരുന്നത് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. ഇപ്പം നിങ്ങൾ കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രഖ്യാപിച്ചിരുന്നു. കണ്ടിരുന്നു ആരെങ്കിലും? കണ്ടിരുന്നു? ആര്? എന്ത് ബജറ്റ് അല്ലെ? ഈ ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിൽ ഒന്നുമില്ല ശരിക്കും. പക്ഷേ ജസ്പീഡിന് കിട്ടി 2 എണ്ണം. ഒന്ന്, ചന്ദന കൃഷിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് നിയമങ്ങളും ആനുകൂല്യങ്ങളും ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2, ഫാം ടൂറിസം അഥവാ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. ഈ 2 കാര്യങ്ങൾ മാത്രമേ ഈ പറഞ്ഞ ബജറ്റിൽ കേരളത്തിലുള്ളൂ. അതായത് 2 ആരുടെ കയ്യിലുണ്ട്? നമ്മുടെ കയ്യിലുണ്ട്. ക്ലിയറായോ? ഇത് 2 നമ്മുടെ വീഡിയോ പഠിച്ചിട്ട് കാണിച്ചാൽ നുണ പറഞ്ഞായിരിക്കണ്ട. സജ്ജനയുടെ മുഖം കണ്ടിട്ട് നുണയാണല്ലോ എന്ന് തോന്നുന്നില്ലല്ലേ? ഇല്ല. ഓക്കെ, യെസ്. ഓക്കെ. അപ്പോൾ രണ്ടാമത്തേതാണ്. മൂന്നാമത്തെ, ഇനി 4ാമത്തെ പ്രൊജക്റ്റാണ് ഇന്ന് കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് വേസ്റ്റ് മാനേജ്മെന്റ്. അല്ലേ? എവിടെയാണ് ഇത് കുന്നുകൂട്ടിരിക്കുന്ന വേസ്റ്റ്. അപ്പോൾ ഈ വേസ്റ്റിനെ മണ്ണാക്കി മാറ്റുന്ന ഒരു ടെക്നോളജി ഇത് ഞങ്ങളുടെ സയന്റിസ്റ്റ് കണ്ടുപിടിച്ചു, കേന്ദ്രത്തിലേക്ക് സമർപ്പിച്ചു. തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന CSIR NIST, പ്രധാനമന്ത്രിയുടെ പ്രസിഡന്റ്, ഇതിന്റെ 34 പാറ്റന്റുകൾ ഇന്ന് ലോകത്തിൽ എവിടെയും വിൽക്കാനുള്ള ഒറ്റ അവസരം മാത്രമേ ഒരു കമ്പനിക്ക് മാത്രമേ തന്നിട്ടുള്ളൂ. ദാറ്റ് ഈസ് ജസ്പീഡ് ഇന്റർനാഷണൽ. വേറൊരു കമ്പനിക്ക് ചെയ്യാൻ പാടില്ല. കാരണം ഞങ്ങൾ കണ്ടുപിടിച്ചതാണ്. ഓക്കെ, ഞങ്ങളുടെ സയന്റിസ്റ്റാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പം എന്താ ഗുണമെന്നറിയോ? ഇനി ക്ലീൻ കേരള ആദ്യം നടപ്പിലാക്കാൻ വേണ്ടി പോണത് കേരളത്തെ മൊത്തം വൃത്തിയാക്കാം. അതിനുശേഷം ഇന്ത്യ വൃത്തിയാക്കാം. അതിനുശേഷം ചൈന ഒഴികെ എല്ലാ രാജ്യത്തും ഇത് പാറ്റന്റ് 34 പാറ്റന്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം എന്തായാലും അടുത്ത ദിവസം BJPക്ക് ഒരു സീറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മളെ പ്രധാനമന്ത്രി കേരളത്തിൽ വരും. ഒരു പക്ഷേ അന്നത്തേക്ക് പ്രധാനമന്ത്രി ഈ പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യും. അപ്പം ഇതിൻ്റെ മുതലാളി ആരാ? നമ്മളെ പ്രധാനമന്ത്രിയാ, അല്ലേ? അപ്പോൾ ആ പ്രധാനമന്ത്രി പ്രസിഡന്റായിട്ട് സെക്കൻഡ് ആരാ? നമ്മളാ. ക്ലിയർ ആയോ? അപ്പം അത്രയും പവർ ഉള്ളൊരു പ്രൊജക്റ്റ് കൂടിയിട്ടാണ് നമ്മളിവിടെ നടപ്പിലാക്കാൻ വേണ്ടി പോകണം. ഇതെല്ലാം കോടികളാണ്, ചില്ലറ പണിയൊന്നുമല്ല. ഒരു മെഷീൻ്റെ വില 75 1 കോടി രൂപയ്ക്കാണ്. ഇതെല്ലാം ഹോസ്പിറ്റലിൽ, നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ, ഹോസ്പിറ്റൽ രോഗികളുടെ ബ്ലഡ്, ഈ ബ്ലഡ് എന്ത് ചെയ്യും നിങ്ങൾക്ക് കേട്ടുണ്ടാകും. ഈ ബ്ലഡൊക്കെ വളരെ വിഷം അല്ലെ, വളരെയധികം രോഗങ്ങൾ പകർച്ചവ്യാധി ഉണ്ടാക്കുന്ന ഒന്നാണ്. അവിടുത്തെ പഞ്ഞികൾ, ഓപ്പറേഷൻ തിയേറ്ററിലെ രോഗികളുടെ പാർട്സുകൾ, ഇതെല്ലാം ഇന്ന് പല സ്ഥലത്തും കൊണ്ട് കത്തിക്കുക ചെയ്യണം. ഇത് കത്തിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ പോയിട്ട് ആശ്വസിക്കുമ്പോൾ വീണ്ടും നമുക്കും പല അസുഖങ്ങൾ വരികയാണ്. അപ്പം ഇതൊക്കെ എന്താണ്? ഇതിലൊക്കെ മണ്ണാക്കി മാറ്റാൻ 15 മിനിറ്റ് കൊണ്ട്. ഇതിൽ കുറേ മെഷീൻസാണ്. ഇതൊക്കെ അടുത്ത ദിവസങ്ങൾ ചിക്കൻ വേസ്റ്റുകൾ, ഫുഡ് വേസ്റ്റുകൾ, ഇതെല്ലാം നമ്മൾ സെറ്റാക്കാൻ വേണ്ടി പോകണം. ക്ലിയർ ആയല്ലോ? അപ്പം നിങ്ങൾ ആരാ? കേരളത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി പോകുന്ന ഒരു പ്രൊജക്റ്റുള്ള ആ കമ്പനിയുടെ ഒരു പാർട്ണർ ആവാൻ വേണ്ടി പോകുന്ന ദിവസം. ഓക്കെ, യെസ്. അടുത്ത പ്രൊജക്റ്റാണ് നേരത്തെ പറഞ്ഞു, കാക്കനാട് വരാൻ പോകുന്ന സ്കൂൾ. ആദ്യത്തെ സ്പോർട്സ്, ബിസിനസ് ആൻഡ് ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആദ്യത്തെ കേരളത്തിലെ സ്കൂൾ. ഓക്കെ. അടുത്തതാണ് നെടുമ്പാശ്ശേരി മലയാറ്റൂർ കേന്ദ്രമാക്കി കൂടി 26 ഏക്കറിൽ 100 വില്ലകളും 500 ഫ്ലാറ്റ്, അതോടൊപ്പം തന്നെ റിസോർട്ട്, 5 സ്റ്റാർ ഹോട്ടൽ, അതോടൊപ്പം തന്നെ പ്രീമിയം സീനിയർ സിറ്റിസൺ ലിവിംഗ്. പ്രായമായവർക്ക് 5 സ്റ്റാർ സെറ്റപ്പിൽ ജീവിക്കാൻ. അറിയാലോ, മക്കളൊക്കെ അങ്ങ് അമേരിക്കയിലൊക്കെയാണ്. അപ്പോൾ അവർ നെടുമ്പാശ്ശേരി വരുന്നു, അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് വരുന്നു, കുറച്ച് മുമ്പ് തിരിച്ചു പോകുന്നു. ഇവിടുത്തെ അപ്പം അറിയാലോ എന്താ ഇതിനൊക്കെ കാരണം? എന്താ? മക്കൾക്ക് അവസരങ്ങളില്ലാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? വിദേശത്തേക്ക് പോകും.
അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ അച്ഛനമ്മക്ക് മക്കളെ ജനിപ്പിക്കണം എന്തിനാ? 25 വയസ്സ് മാത്രം ജീവിക്കാനാണോ? ആണോ? മക്കളെ ജനിപ്പിക്കുന്നത് വളർത്തുന്നത് 25 വയസ്സ് വരെ കൂടെ നിർത്താനാണോ? അല്ലല്ലോ. എന്നും വേണ്ടേ? പോയൊരു പോട്ടെ അല്ലേ? പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ ഈ ആശയം മരണം വരെ നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ വേണം അല്ലേ? ഒന്ന് ആലോചിച്ച് അങ്ങനെയാണെങ്കിൽ അല്ലേ? അല്ലെങ്കിൽ എന്താണ്, മോനെവിടെ? ചില അഭിമാനത്തോടെ പറയും മകനങ്ങ് ജർമ്മനിയില, മോൾ ഇറ്റലിയില. നിങ്ങൾ ഞാനും എൻ്റെ ഭാര്യയും ഇവിടെ ചുളുങ്ങിക്കൂടി എന്തെങ്കിലും ചില്ലറ തരും. ഇത് എത്ര മോശകമായിട്ട് മനസ്സിലാവുന്നത്. കാരണം കേരളത്തിലുള്ള അവസരമില്ല, ഇല്ലാത്ത കാര്യം പോവുക. ശരിയല്ലേ? യെസ്. ദെൻ അടുത്ത പ്രൊജക്റ്റാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ജസ്പേട്ടിലെ സമോറിയ 500 ഫ്ലാറ്റുകൾ. ഇത് 3 മാസത്തിനുള്ളിൽ ഇത് ലോഞ്ചിങ് ഉണ്ട്. അപ്പം ഇതെല്ലാമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകളും കമ്പനി. ഞാൻ ഇപ്പം എന്ത് മനസ്സിലായി? മറ്റേ പപ്പുവിൻ്റെ സിനിമയിൽ തന്നെ പേന്മായി മുമ്പത്ത് സിനിമയിൽ പപ്പു ചോദിക്കുന്നൊരു ഡയലോഗുണ്ട്, ഞാൻ ആരാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കും ഞാൻ ആരാണ്. അപ്പം ഞാൻ പറയാം ഞാൻ ആരാണെന്നും താൻ ആരാണെന്നും. പക്ഷേ ഇപ്പം താൻ ആരെന്ന് മനസ്സിലായിട്ടില്ല, നിങ്ങൾ ആരാ അല്ലേ? ഇപ്പം നിങ്ങൾ പേര് തരുന്നു അറിയുന്നില്ലേ? എനിക്ക് അറിയില്ല അല്ലേ? എനിക്ക് ഇപ്പോൾ സജിന് അറിയില്ല, നിങ്ങൾ ആദ്യമായിട്ട് കണ്ടതാണ്. പക്ഷെ ഇപ്പം എല്ലാവരും പരിചയപ്പെടാൻ നേരം പരിചയപ്പെടാൻ നമുക്ക്. പക്ഷെ അതിനു മുമ്പ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് 4 ആക്കി തിരിക്കാൻ വേണ്ടി പോകും. ഓക്കെ, ഒന്ന് 4 ആക്കിയിട്ടൊന്ന് മുറിക്കാൻ വേണ്ടി പോകും. റെഡി? യെസ്.